ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൽബം പോലെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ എവിടെ പോകും? സ്റ്റുഡിയോ പോകും. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഈ സ്റ്റുഡിയോൻ്റെ പകരം എന്താ പറയുക, ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. കണ്ടോ, ജർമ്മനി റോസ്മാനാണ് ഈ സംഭവം ഉള്ളത്. ഇങ്ങനെ കുറച്ച് ബൂത്ത് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ നമ്മളെ ഫോണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഏത് സൈസിനാണോ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്കത് ആ സൈസിന് നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാം. ഇവിടെ കണ്ടോ, പല പല സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ സൗകര്യത്തിന് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. സ്റ്റാർട്ടഡ് കൊടുക്കാം. നമുക്കവിടെ ഡിഫറെൻറ്റ് സൈസസ് വരും. നമുക്ക് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ 30x20 സെലക്ട് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ലാർജ് സൈസ്. നമ്മൾ ജസ്റ്റ് എഗ്രി കൊടുക്കാം. പിന്നെ നമുക്കൊരു ആൻഡ്രോയിഡ് ആണോ ആപ്പിളാണോ? അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ഫോട്ടോ. USB കേബിൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് വൈഫൈ ആക്സസ്, അല്ലെങ്കിൽ ബ്ലൂടൂത്ത്. ഞാൻ അവിടെ ബ്ലൂടൂത്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇവരുടെ ഇത് കിട്ടും, ഏത് പിക്ചർ ഡെസ്ക്കാണ് അത് നമ്മൾ പെയർ ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട ഏത് ഫോട്ടോജാ നമ്മളത് സെലക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യുക. നമുക്കിവിടെ ട്രാൻസ്ഫർ ആവുന്നതാണ്. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ദെൻ കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെക്കൗട്ട് കൊടുക്കാം. നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കറക്റ്റ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് എഡിറ്റിങ്ങിനും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. നമുക്കിതൊരു കലണ്ടർ ടൈപ്പ് വേണമെന്നുള്ളത് വേണ്ടെങ്കിൽ നോ താങ്ക്സ് കൊടുക്കാം. ദെൻ പ്ലേസ് ഓർഡർ, ജസ്റ്റ് ഒരു എഗ്രി കൊടുക്കാം. നമുക്കിവിടെ പ്രിൻ്റ് ഔട്ട്സും എടുക്കാം, ഫോട്ടോസും എടുക്കാം, എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ അതിന് ജസ്റ്റ് ഒരു ബില്ല് കിട്ടും. അത് നമ്മളിവിടെ സ്കാൻ ചെയ്യാം. യെസ് ഗൈസ്, ഇതപ്പോൾ നമ്മൾ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങൾ പഴയൊരു ഫോട്ടോ ജെമിനി യൂസ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തതാണ്. സോ ഇതാണ് പരിപാടി. ഇത് A4 സൈസിൻ്റെ പേപ്പറിൽ നമുക്കിതാ ഫോട്ടോ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒട്ടിച്ചൊക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ്, കണ്ടോ. അപ്പോൾ അത് മനസ്സിലായില്ലേ? സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ.